Ultimat, ini Lam TV. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, എന്താടാ? പോയി ചായ എടുക്കാൻ പാടാ തള്ളനോട്. അമ്മേ, സാധനം എന്ത് പറ്റില്ല ചായടാ ഇത്. രാവിലെ തന്നെ വന്നോളൂ ശവങ്ങള്. എന്താടാ? പുഴക്കരയിലെ മരത്തിലെ കിളിക്കൂടുണ്ട്, നമുക്ക് പോയി നോക്കിയാലോ? അമ്മേ, ഞാൻ അപ്പ വരാം. ഉണ്ണിക്കുട്ടാ, ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, അമ്മയ്ക്ക് പണിക്ക് പോണം. നീ ഏത് മരത്തിലാടാ കണ്ടേ? അതാ ആ മരത്തിൽ. വാടാ, നീ കേറുവാ. ചൊല്ലേ. ഓ, ഒന്ന് സൗണ്ട് കുറക്കടാ. അടുത്ത പ്രാവശ്യം വരുമ്പോ എനിക്ക് ടാബ് കൊണ്ടുവരുമോ? ഓ, കൊണ്ടുവരാലോ. ബഷീർക്കാ, ആ ആരത്? സുതിയോ? വാ വാ വാ, കേറി ഇരിക്കി. ഇരിക്കാൻ സമയമില്ല. ആ, ശ്യാമയ്ക്ക് ഒരു തലകറക്കം. ഓ മോനെ, ഇപ്പാടെ പേഴ്സ് എടുത്തു വാ. നിങ്ങളെന്നേ വന്നത്? ഞാൻ വന്നിട്ടൊരു 4 ദിവസമായി. അത് ശരി. പിന്നെ സുതിയ സുഖല്ലേ? അങ്ങനെ അങ്ങ് പോണ്. അതെയോ? എന്താ ഇപ്പൊ സ്ഥിതി? പണിയൊക്കെ ഉണ്ടോ? ആ, പണിയൊക്കെ ഉണ്ട്. അതെയോ? എന്നാ ശരി, ഓ. വലിയ ഉപകാരം കേട്ടോ. ഇക്ക, ഓ, സുധി എന്തേ വന്നിട്ട് വേഗം പോയേ? നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നതാന്ന് അറിഞ്ഞിട്ട് വന്നതാ? ശ്യാമയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ വന്നതാ. എന്നിട്ട് നിങ്ങൾ ഓനിക്ക് പൈസ കൊടുത്തോ? ഓ, ഓന് കള്ളു കുടിച്ച് തീർക്കാനാവും. ഓൻ വന്ന് ചോദിച്ചാല് ഒറ്റടിക്ക് എങ്ങനെ ഇല്ലാന്ന് പറയാ. ശ്യാമ വരുന്നുണ്ട്, ഓളിതൊന്നും അറിയണ്ട കേട്ടോ. ഇതാ ഇത്തിരി നേരം വൈകിട്ടോ. അത് കുഴപ്പമില്ല. ശ്യാമേ, ഒരു ചായ ഇട്. ആ ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്? ശ്യാമേ, ആ, ഇന്നും വീട്ടില് വഴക്കുണ്ടായില്ലേ? എന്തു പറയാനാണിത്താ, എന്നും ഇതാണ് അവസ്ഥ. നശിച്ചൊരു ജീവിതമായിപ്പോയി. സൈനോ, ആ, ഒന്നും കൂടെ വാ. പിന്നെ ആ. കുറച്ച് തുണിയോടെ അലക്കാണ്ട് കേട്ടോ. ആ ശരി ഇത്താ.
പിന്നെ ധൈര്യമായിട്ട് കുടിച്ചോളെ. ഇന്ന് സുധീന്റെ വകയാ ചെലവ്. എന്താ സുധിയെ നിനക്ക് ലോട്ടറി അടിച്ചോ? നിങ്ങൾക്ക് ചെലവ് ചെയ്യാൻ സുധിക്ക് ലോട്ടറി അടിക്കേണ്ട ആവശ്യമില്ല. സുധീന്റെ കയ്യിൽ പൈസ ഉണ്ട്, സുധി കഞ്ഞിതരം കാണിക്കൂല. ഭാസ്കരേട്ടാ, ഓ ഒരു കുപ്പി. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് അടിച്ച് പൊളിച്ചാലാ. നിങ്ങളുടെ വക ഒരു പാട്ടും കൂടി ആയിക്കോട്ടെ. എന്നാ പിടിച്ചോ. മാണിക്യ വീണയുമായ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. വെള്ളം നീരാവിയായിട്ടാണ് മേഘങ്ങളിലേക്ക് പോകുന്നത്. മേഘമാണ് നമുക്ക് വെള്ളം തരുന്നത്. ഇതിനെയാണ് പറയുന്നത് റീസൈക്ലിംഗ് പീഡിയ. അമ്മേ, ആ എനിക്ക് സൈക്കിൾ വാങ്ങി തരുമോ? ആ നിന്റെ അച്ഛനോട് പറ സൈക്കിള് വാങ്ങിത്തരാൻ. അച്ഛന് കള്ളു കുടിക്കാൻ തന്നെ തികയുന്നില്ല, എന്നിട്ടാ എനിക്ക് സൈക്കിൾ വാങ്ങി തരുന്നേ? എനിക്ക് അമ്മ തന്നെ വാങ്ങി തന്നാ മതി. വായ തുറക്കണേ. എവിടാ നിന്റെ തള്ള? ഇവിടെ മക്കാവുന്നില്ലേ? ഇവിടെ 2 വയറുകൾ എങ്ങനെ കഴിയുന്നത് നിങ്ങൾക്ക് അറിയോ? ഈ വീടിനെയും ഞങ്ങളെയും പറ്റി എന്തെങ്കിലും ഒരു ചിന്തയുണ്ട് നിങ്ങൾക്ക്? സാധനം വാങ്ങാനുള്ള പൈസ എടുത്ത് കള്ളു കുടിച്ച് കേറി വന്നിരിക്കുന്നു. കഷ്ടം, ഞങ്ങൾ അങ്ങോട്ട് കൊന്നേക്കിങ്ങളെ. സമാധാനം കിട്ടും. ഉണ്ണിക്കുട്ടാ, നീ ഇത്രയും നേരമായിട്ട് ചായ കുടിച്ചില്ലേ? ചായ വേണ്ട. എന്താടാ? എനിക്ക് ചായ വേണ്ട. ഉണ്ണിക്കുട്ടാ, അമ്മയ്ക്ക് നേരം വൈകി. എനിക്ക് സൈക്കിൾ ഇട്ടാ ഞാൻ ചായ കുടിക്കില്ല. ഉണ്ണിക്കുട്ടാ, നിങ്ങൾ പോയിക്കോളൂലേ, അമ്മയ്ക്ക് നേരം വൈകി. ഭാസ്കരേട്ടാ, ആ ഒരു കുപ്പി. സുധിയെ, കയ്യില് കാശുണ്ടോ? കാശുണ്ടെങ്കിൽ കുടിച്ചാ മതി. ഞാൻ എല്ലാരോടും കൂടിയാ പറയണത് മനസ്സിലാവുണ്ടല്ലോ. ഞാനിതേ കുടുംബം പോറ്റാൻ വേണ്ടി നടത്തുക അല്ല പിന്നെ. എന്തെങ്കിലും ഒരു പണിക്ക് പോണ്ടേ? ഭാര്യനെ തോണ്ടിയിട്ടാണ് ജീവിക്കണെന്നെ. ആ മനോട്ടാ, ഒരു കുപ്പി. തനിക്കൊക്കെ വല്ല പണിക്കും പോയിക്കോടേടോ. അല്ലേ, രാവിലെ ഓരോ എഴുന്നള്ളികൾ ഓരോ ഏത് ഷാപ്പിന്റെ മുന്നേ ചെന്നാലുണ്ടോ ഓരോ മെനക്കെടുത്താൻ. എന്തിനാണ് ഇങ്ങനെ കേൾപ്പിക്കാൻ നിക്കണേ? ഉപ്പിരാൻ വരുണ്ടേ. കളിയൊക്കെ ചോറാണല്ലോ. സാധനമുണ്ടോ? സാധനം ഉണ്ടോ? നമ്മളതാ കമ്പി പോസ്റ്റ് ഉണ്ടില്ലേ, കറണ്ടിന്റെ 13/3 MC. അതിന്റെ ചൂട്ടിൽ നിങ്ങൾ പോയിരുത്തോളേണ്ടി. ആ സുധി വരുന്നുണ്ടല്ലോ. ഒരു ഫുള്ള് വേണ്ടി വരും കേട്ടോ. ബാബു ഉഷാറല്ലേ? കൈ പൈസ ഉണ്ടോ സുധി? എന്തെങ്കിലും ഇരുന്നാ മതി.
ഉണ്ണിക്കുട്ടാ ആടാ. നാടിന്റെ ഇച്ചപ്പ ഗൾഫിൽ നിന്ന് വരുന്നുണ്ടടാ. അപ്പൊ നിനക്ക് കൊറേ സമ്മാനം കിട്ടുമല്ലോ. ഓ എന്റെ ഒരു ഭാഗ്യം. ഞാൻ അമ്പലത്തിൽ പോയി വരാം. ആ രാമേട്ടാ എന്തേ ഒരു 2 ഗ്ലാസ്. സാധനമൊക്കെ ഉണ്ട്. ഇന്നാള് കുടിച്ചതിന്റെ പൈസ ഒന്നില്ലല്ലോ. ഞാൻ തരാം. എവിടെ തരാന്ന്? എന്നും പറയും തരാന്ന്. ഈ പൈസ ആയിട്ട് വാ. വല്ലാത്തൊരു ഉണ്ണിക്കുട്ടാ ആ, നീ എന്താ പ്രാർത്ഥിച്ചേ? എന്റെ അച്ഛന്റെ കള്ളുകുടി മാറാനും പിന്നെ എനിക്കൊരു സൈക്കിൾ കിട്ടാനും. നമ്മുടെ ഏതാഗ്രഹം സാധിക്കുന്ന ഒരു അമ്പലമുണ്ട്. അതെവിടെയാ? കുറുവമ്മല. അതെങ്ങനെ നിനക്കറിയാം? എന്റെ വെല്ലുമ്മയോടെ ഇന്നലെ കല്യാണിയമ്മ പറയണത് കേട്ടതാ. അവിടെ പോയി നമ്മുടെ ഏതാഗ്രഹവും പറഞ്ഞാൽ അത് സാധിക്കും. ഏതാഗ്രഹം സാധിക്കുമോ? ആടാ. എനിക്കൊരു സൈക്കിൾ കിട്ടാനും അച്ഛന്റെ കള്ളുകുടി മാറാനും അവിടെ പോയി നടക്കുമോ? ആ നമുക്ക് അവിടേക്ക് പോവാൻ കഴിയില്ല. വലിയ അരുവി കിടന്നു കാട് കയറിയും പോകണം. പിന്നെ വലിയ ആൾക്കാർ പോലും ഉത്സവ സമയത്ത് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. എനിക്ക് എങ്ങനെയായാലും അവിടെ പോണം. നമുക്ക് കുരുവിക്കൂട് നോക്കാൻ ആ പോയാലോ? നമുക്ക് പോവാം. വാ മുട്ട വിരിഞ്ഞ പോയി നോക്ക്. ഞാൻ നോക്കാം. എടാ മുട്ട വിരിഞ്ഞിട്ടില്ലടാ. എന്നാ വാ നമുക്ക് വീട്ടിൽ പോവാം. ചെങ്ങായിമാരെ കൊണ്ട് തോറ്റിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. എന്തു പറ്റി? എന്താ ശ്യാമേ കരയുന്നേ?
എനിക്ക് ജീവിച്ചു മടുത്തുത്ത. എനിക്ക് ജീവിക്കണ്ട. എന്റെ മകന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സൈക്കിള് വാങ്ങിക്കണമെന്ന്. അതും സാധിച്ചില്ല. അവനൊരു കുട്ടിയല്ലേ, അവന് വലിയൊരു ആഗ്രഹം. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ച് അവന്റെ കുടി നിർത്തിച്ചൂടെ നിനക്ക്? അവരെന്നോട് എന്റെ മോനോട് മിണ്ടിയിട്ട് എത്ര ദിവസമായി എന്നറിയോ? ശ്യാമേ, വിഷമിക്കണ്ട കേട്ടോ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ദിക്ക ഗൾഫിൽ നിന്നാണ്. എന്താ നിനക്ക് പറ്റുമോ നോക്ക്. സുധീനെ കണ്ടിട്ട് 2 ദിവസമായി. അവൻ എന്നെ കുറെ കാലമായി കളിപ്പിക്കുന്നു. അവനോട് പറഞ്ഞേക്ക് മുത്തു വന്നെന്ന്. അവനെ ഞാൻ വിടൂലട്ടാ, അവനെ ഞാൻ വിടൂല. ഞാൻ നിങ്ങളെ നോക്കിക്കഴിഞ്ഞു. പിന്നെ നാളെ ഞാൻ പണിക്ക് ഉണ്ടാവില്ല. നിങ്ങളൊരു ആളെ കൂടി പോയിട്ടോ. എനിക്കൊരു വൈക്ക് വരെ പോകാനായിട്ട്. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ അനിയന് ഗൾഫിൽ വരും. അപ്പോൾ ഓൻ്റെ അടുത്തൊന്ന് പോകാൻ. ശരി, അങ്ങനെ കേട്ടോ. ശരി. ഇത്താ, ഞാൻ പോവാണേ. ശ്യാമേ, എന്താ ഇത്താ? ഇത് ഉണ്ണിക്കുട്ടന് സൈക്കിള് വാങ്ങിക്കാനുള്ള പൈസയാ. ഇതന്നെ എന്റെ ശമ്പളത്തിന്റെ അധികമായി. ഇതൊക്കെ എന്നാ തന്നു തീർക്കുക? ഇത്താൻ്റെ ഒരു സന്തോഷത്തിനാ. പൈസയൊക്കെ പോയി, ഒരു തുമ്പില്ലല്ലോ. ഇനി ആർക്കാ വേണ്ടേ? അയ്യാ, ഈ പൈസ എല്ലാവരും രാജു, ഒരു 100 ഉറുപ്പിക ഉണ്ടാ? ഇല്ല സുധിയെ, ഇതന്നെ കടം വാങ്ങിച്ചു. സുധിയെ, എൻ്റെ പെണ്ണുങ്ങൾ പൈസ ഉണ്ടെടി? എന്റെ കയ്യില് പൈസ ഒന്നുമില്ല. ഇതെന്താ? എന്റെ കയ്യില് പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞേ? വിട്ടേക്ക്. എന്റെ കയ്യിൽ നിന്ന് വിട്. പിന്നെന്താ അത്? ഇതെന്റെ മകന് സൈക്കിള് വാങ്ങാനുള്ള പൈസ. പൈസ ഉണ്ടെടി? അമ്മേ, അമ്മേ, ഇതിനാമ്മേ കരീണേ? നിനക്ക് സൈക്കിള് കിട്ടാനുള്ള വിധിയില്ല മോനെ. അമ്മ വിഷമിക്കണ്ട, എനിക്ക് സൈക്കിൾ കിട്ടും. അതെങ്ങനെ? എവിടെയാമ്മേ? കുറവമല. കുറുവമലയോ? നിനക്കിനി എവിടേക്ക് പോണോ? എനിക്കൊരു സൈക്കിൾ കിട്ടാനും അച്ഛന്റെ കള്ളുകുടി മാറാനും അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നടക്കും. നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. നിന്റെ അച്ഛന്റെ കള്ളുകുടി ഒരിക്കലും മാറില്ല. നിനക്ക് അവിടെ പോവാനും പറ്റില്ല. നീ വിഷമിക്കണ്ട. നിനക്ക് അമ്മ ഒരു സാധനം കാണിച്ചു തരാം. എന്താ? അമ്മ ഇതിൽ കുറച്ച് പൈസ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ എന്നും നിനക്ക് പൈസ തരാം, നീ ഇതിലിടണം. അച്ഛൻ കാണാതെ സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലൊരു സൈക്കിള് വാങ്ങിക്കാം. ഇത് നിറച്ചിട്ട് വേണമെങ്കിൽ സൈക്കിൾ വാങ്ങാൻ.
സുധിയില്ലെവിടെ? കുറെ കാലമായി ഓൻ പൈസ വാങ്ങിയിട്ട്. പൈസ എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇനി ഡീലിങ് നമ്മൾ തമ്മിലായിരിക്കും. ഓക്കെ അല്ലേ? മോനെ, ദാ കാശിക്കുഞ്ചിരിടാനുള്ള പൈസ. എന്താടാ? എന്ത്? സൈക്കിളോ? ഇതെനിക്കാ? ഇതാര് കൊണ്ടുവന്നതാ? പിന്നെ നാളെ എനിക്ക് സൈക്കിൾ വാങ്ങും. എന്റെ കാശിത്തുണ്ടിൽ പൈസ അറിഞ്ഞു. ഞാനും എന്റെ അമ്മയും ഇല്ലേ, നാളെ പോയിട്ട് സൈക്കിൾ വാങ്ങും. ഈ വരുന്നുണ്ടോ? ആ. ഞാൻ കയറി വെക്കാം. എന്ത് പറ്റിടാ? മുട്ട പൊട്ടിപ്പോയടാ.
നിന്നെ ഞാൻ എവിടെയൊക്കെ നോക്കി. നീ എന്തിനാടാ കരീണേ? ഞാൻ സൈക്കിൾ വാങ്ങാൻ വെച്ച പൈസ അച്ഛൻ എടുത്തു കൊണ്ടുപോയി. സാരല്ല പോട്ടെ, നിന്റെ അച്ഛനല്ലേ? അയാൾ എന്റെ അച്ഛനല്ല, അയാൾക്ക് ഇഷ്ടല്ല, അയാൾ ദുഷ്ടനാണ്. അയാളെ കാണണ്ട. വാ നമുക്ക് കളിക്കാൻ പോ. ഞാനില്ല കളിക്കേ. വാ നമുക്ക് കളിക്കാൻ പോ. ഇല്ല. നമ്മുടെ ഏതാഗ്രഹം സാധിക്കുന്ന ഒരു അമ്പലമുണ്ട്, കുറുവമ്മല. കുറുവമ്മല. ഉണ്ണിക്കുട്ടൻ എവിടെടാ? അവന്റെ അച്ഛൻ കാശിത്തുണ്ട് പൊട്ടിച്ചിട്ട് അവൻ ആ പുഴക്കരേന്റെ അടുത്ത് ഇരുന്ന് കരയുന്ന കണ്ടിരുന്നു. മോനെ ഉണ്ണിക്കുട്ടാ, മോനെ. ഉണ്ണിക്കുട്ടനെ ഇവിടെ ഇരുന്നേ. മോനെ ഉണ്ണിക്കുട്ടാ, 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 ഉണ്ണിക്കുട്ടാ. അവൻ ചിലപ്പോ കുറുവമ്മലയെ പോയി കാണും. കുറവമനയിലോ? ഈശ്വര. ഉണ്ണിക്കുട്ടാ. എന്താ സോമാ നടക്കുന്നത്? ഞാനേ ഒരു ടീം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു, ഓരോ കാത്തിരിക്കാം. പൈസ ഞാനൊരു സ്ഥലം നോക്കാം. അറിയോ? ഇപ്പൊ ഉണ്ണിക്കുട്ടനെ കാണാല്ല. അവൻ കുറുവമ്മല കേറി പോയെന്ന് തോന്നുന്നു. കുറുവമ്മലോ? എന്താ പ്രശ്നം? ഇല്ല, സുധിന്റെ മോൻ കുറുവമ്മലയിൽ പോയിന്നെ. കുറുവമലയിലോ? പിന്നെ നമ്മുടെ സുധിയുടെ മോൻ കുറുവമല കയറി പോയിനല്ലേ? കുറുവമ്മലയോ? ആ കുറുവമലയിൽ തന്നെ. കുറുവമലയിൽ പോയാലും തിരിച്ചു വന്നിട്ടുണ്ടോ? എന്റെ അറിവിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാനും കേട്ടില്ല. എടാ നസീബേ, ഒന്നുകൂടാ. പിന്നെ സുധിന്റെ മോനെ കാണില്ല. ഓ കുറുവമ്മലയിലേക്ക് പോയിക്കാ മോൻ പറയുന്നത്. ഒന്ന് പോയി നോക്കാനായിരുന്നു. ഞാനോട് വരാം. ആ വരും. മോനെ മോനെ ഉണ്ണിക്കുട്ടാ, എവിടെ കാണില്ലല്ലോ. ഇനിയിപ്പോ എങ്ങോട്ടാ പോവാ? ഉണ്ണിക്കുട്ടാ, മോനെ നോക്കടാ. നസീബേ,
ഇവിടെ എവിടെയോ കാണുന്നുണ്ടായി. അവിടെ നോക്കി. ഉണ്ണിക്കുട്ടൻ പടച്ചോനെ ജസീഫേ മോനെ ജസീഫേ ഈ ഓൻ്റെ അമ്മനെ കൂട്ടി വേമ്പ വേഗം അമ്മ ഉണ്ണിക്കുട്ട മോനെ അമ്മ ഡോക്ടർ നോക്കി. എന്താ മാറിക്ക് എല്ലാവരും ഒന്ന് മാറി ഡോക്ടർ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മുറിയൊന്നും ആഴത്തിലുള്ളതല്ല. അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്യുക, വീട്ടിലേക്ക് പോവാം കേട്ടോ. ഓട്ടോ വിളിച്ചു. ഓട്ടോ വിളിച്ചു വരാം. മോനെ സുധി ഉളുപ്പുണ്ടാ എനിക്ക് ചെക്കന്റെ പൈസ എടുത്ത് കള്ളുടിച്ച് നടക്കുന്നത്. നിനക്കൊക്കെ താല് കിട്ടാഞ്ഞിട്ടാണ്. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? ഓൻ മരിച്ചോന്നറിയാനാണോ? നിങ്ങളൊരു മനുഷ്യനാണോ? ഓന് സൈക്കിള് വാങ്ങാനുള്ള പൈസ കൊണ്ട് നിങ്ങൾ കള്ളു കുടിച്ച് തീർത്തില്ലേ? അവൻ 2 ആഗ്രഹങ്ങളാണ് എന്നോട് പറഞ്ഞത്. ഒന്ന് നിങ്ങളെ കുടി നിർത്താനും ഒരു സൈക്കിള് വാങ്ങാനും. ഇനി നിങ്ങളുടെ കൂടെയുള്ള ജീവിതം ഞങ്ങൾക്ക് മടുത്തു. പോ. എനിക്ക് എൻ്റെ അച്ഛനെ പേടിയാണ്. അച്ഛൻ എനിക്ക് ഒന്നും ചെയ്തു തരില്ല. എനിക്കെല്ലാം എൻ്റെ അമ്മയാണ്. എനിക്ക് അമ്മയെ മാത്രമാണ് ഇഷ്ടം. അച്ഛാ, ഞാൻ നാളെ സൈക്കിൾ സ്കൂളിലേക്ക് കൊണ്ടുപോട്ടെ? ഓ അതിനെന്താ, മോൻ സൂക്ഷിച്ചൊക്കെ പോണട്ടോ. ആ അച്ഛാ. ശ്യാമേ, ആ ഏട്ടാ. ഞാൻ ഇറങ്ങാട്ടോ. അല്ല, ഉച്ചത്തേക്കുള്ള ഭക്ഷണം വേണ്ടേ? ഞാൻ പണിസ്ഥലത്തുനിന്ന് കഴിച്ചോളാം.